വലിയ സ്വപ്നങ്ങൾ കാണാത്തവന് ഒരിക്കലും വലിയൊരു മനുഷ്യനാകാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കാൻ ശേഷിയില്ലാത്തവന് ഒരിക്കലും മഹാനാകാൻ കഴിയില്ല. സമ്പന്നരായ ആളുകൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കണ്ട് ഭയന്നിരിക്കാറില്ല. അവർ ചിന്തിക്കുന്നത്, ഈ പ്രശ്നം എന്നെ പുതിയതായി എന്തു പഠിപ്പിക്കുമെന്നാണ്. ഇതിൽ നിന്ന് എനിക്കെങ്ങനെ മുന്നേറാം? അവർ ഓരോ വെല്ലുവിളിയെയും ഒരു അവസരമായി കാണുകയും അതിനെ വിജയത്തിലേക്കുള്ള വഴിയാക്കി മാറ്റുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കൂ, എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ പ്രശ്നം എന്നെ എന്തു പഠിപ്പിക്കും? എപ്പോഴും ഓർക്കുക, പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ സമ്പന്നനാകുന്ന വഴിയിൽ തടസ്സം നിൽക്കാനല്ല, മറിച്ച് നിങ്ങളെ വളർത്താനാണ്. എന്നാൽ ദരിദ്രരായ ആളുകൾ വിഷമിക്കുകയും തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം മതിയാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. നിങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവ പൂർത്തിയാക്കി സംതൃപ്തരാവുകയും ചെയ്യുന്നു. എന്നാൽ ഓർക്കുക, സമ്പന്നർക്ക് ചെറിയ ലക്ഷ്യങ്ങളില്ല. അവർ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുന്നു, വലിയ ലക്ഷ്യങ്ങളുണ്ടാക്കുന്നു, അതിനു പിന്നാലെ പായുന്നു. ഞാൻ ചെറുതായി ചിന്തിച്ചാൽ എനിക്കൊരിക്കലും വലുതാകാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. ചാണക്യനും ഇതുതന്നെയാണ് പറഞ്ഞത്. വലിയ സ്വപ്നങ്ങൾ കാണാത്തവൻ ഒരിക്കലും വലിയ മനുഷ്യനാകില്ല. നിങ്ങളുടെ ചിന്തകളെ അതിരുകളില്ലാത്തത്ര വലുതാക്കണം. ഇത് എനിക്ക് വളരെ വലുതാണ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കലും സ്വയം പറയരുത്. നിങ്ങൾ എത്ര വലിയ സ്വപ്നം കാണുന്നുവോ അത്രയും വലിയ ലക്ഷ്യം നിങ്ങളുടെ അടുത്തേക്കെത്തും. ദിവസത്തിൽ എല്ലാവർക്കും 24 മണിക്കൂർ തുല്യമായി ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ എന്താണ് വ്യത്യാസം? ഒരാൾ ആ 24 മണിക്കൂർ കൊണ്ട് കോടീശ്വരനാകുന്നു, മറ്റൊരാൾ അതേ സമയം കൊണ്ട് ജീവിതത്തോട് മല്ലിടുന്നു. സമയത്തിന്റെ ശരിയായ ഉപയോഗമാണ് ഈ വ്യത്യാസത്തിന് കാരണം. സമയം ഏറ്റവും വലിയ സ്വത്താണെന്ന് സമ്പന്നർക്കറിയാം. അവർ അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുന്നു. അവർ സമയത്തിനൊപ്പം സഞ്ചരിക്കുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, ഇന്ന് എനിക്ക് പുതിയതായി എന്തു പഠിക്കാം, ഇന്ന് എന്ത് പുതിയ കാര്യം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, വിശ്വസിക്കൂ, കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തയും പ്രവർത്തിക്കുന്ന രീതിയും പൂർണ്ണമായും മാറും. എന്നാൽ നിങ്ങൾ സമയം പാഴാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒന്നും മാറ്റാൻ കഴിയില്ല. ചാണക്യൻ വളരെ വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശീലങ്ങൾ ശരിയല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മഹാനാകാൻ കഴിയില്ല. നിങ്ങളുടെ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പൂർണ്ണമായും നിങ്ങളുടെ ശീലങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി പ്രവചിക്കുന്നത്. വിജയത്തിന്റെ ആദ്യത്തെ രഹസ്യം സമയമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. സമ്പന്നർ സമയത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ്. അവർ സമയം ശരിയായി ഉപയോഗിക്കുന്നു. അവർ തങ്ങളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ശരിയായ ദിശയിലാണ്. ദിവസം മുഴുവൻ നിങ്ങളുടെ സമയത്തിന്റെ കണക്ക് നിങ്ങൾ സൂക്ഷിക്കണം. ചിന്തിക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും 10 മിനിറ്റ് മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പോലും ഒരു മാസത്തിനു ശേഷം ആ സമയം നിങ്ങൾക്ക് വലിയൊരു സ്വത്തായി മാറും. സമ്പന്നനാകാനുള്ള മറ്റൊരു രഹസ്യമാണ് അച്ചടക്കം. ഇതാണ് ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഓരോ ദിവസവും എന്താണ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ചെറിയ ചുവടുകൾ നിങ്ങൾ ദിവസവും എടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് അച്ചടക്കം. നിങ്ങളുടെ ഓരോ ശീലവും ഓരോ ദിവസത്തെയും പരിശ്രമവും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ അച്ചടക്കം പാലിക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ചോദ്യം ശരിയാണ്. എന്നാൽ ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യുന്നതും ബുദ്ധിപൂർവ്വം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സമ്പന്നർ കഠിനാധ്വാനം മാത്രമല്ല, ബുദ്ധിപൂർവ്വമാണ് ജോലി ചെയ്യുന്നത്. വെറും കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, ബുദ്ധിപൂർവ്വമുള്ള ജോലിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അധ്വാനം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കണം. അത് ശരിയായ ദിശയാണോ? നിങ്ങൾ ആ ജോലി ശരിയായ രീതിയിലാണോ ചെയ്യുന്നത്? നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം നിങ്ങളിൽ നിന്ന് അകലെയല്ല. ജോലി ചെയ്യുന്ന രീതി മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ഭാവി മാറുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പന്നരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആത്മവിശ്വാസം. നിങ്ങളിൽ സ്വയം വിശ്വസിക്കുന്നതുവരെ വിജയം നിങ്ങളെ തേടിവരില്ല. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ അത് വെറുമൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കും. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന മാജിക്കാണ് ആത്മവിശ്വാസം. സമ്പന്നർ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധാത്മകമായ സ്വാധീനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അവരുടെ ലക്ഷ്യത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളും അതുതന്നെ ചെയ്യണം. വിജയത്തിന്റെ ദിശയിലേക്ക് നിങ്ങളെ നയിക്കാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളെ സമ്പന്നനാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ ചിന്തയും സമയവും കേന്ദ്രീകരിക്കുക.
നിങ്ങളുടെ ഓരോ ചുവടും വിജയത്തിലേക്കായിരിക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. സുഹൃത്തുക്കളെ, രാപകൽ കഷ്ടപ്പെട്ടാൽ ഒരു ദിവസം കോടീശ്വരനാകാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വലിയ നുണയാണ്. കാരണം കഠിനാധ്വാനം കൊണ്ട് മാത്രം എല്ലാം ലഭിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ കർഷകനോ തൊഴിലാളിയോ റിക്ഷാക്കാരനോ ആകുമായിരുന്നു. പക്ഷേ സത്യമെന്താണ്? ഈ ആളുകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. എന്നിട്ടും ഇവരുടെ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ചാണക്യൻ പറയുന്നു, കേവലം അധ്വാനം മാത്രം പോരാ, ബുദ്ധിയും തന്ത്രവുമാണ് ജീവിതം മാറ്റിമറിക്കുന്നത്. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ സത്യത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ ചിന്താഗതി മുഴുവനായും മാറ്റാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ സമ്പന്നനാകുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരു ധാരണ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. സത്യസന്ധമായി അധ്വാനിച്ചാൽ ഫലം കിട്ടുമെന്ന്. കേൾക്കൂ, അധ്വാനം മോശമല്ല, പക്ഷേ അത് അപൂർണമാണ്. നിങ്ങൾ ദിവസം മുഴുവൻ ചോരനീരാക്കി പണിയെടുത്തിട്ടും ബുദ്ധി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുമൊരു അടിമയായി മാറും. വ്യവസ്ഥിതിയുടെ അടിമ. അപ്പോൾ ചോദ്യമിതാണ്, അധ്വാനിക്കുന്നത് തെറ്റാണോ? അല്ല, തീർച്ചയായുമല്ല. എന്നാൽ ശരിയായ ദിശയും വ്യക്തമായ തന്ത്രവും അതിന് പിന്നിലില്ലെങ്കിൽ അധ്വാനം വ്യർത്ഥമാണ്. മണ്ടൻ വെറുതെ അധ്വാനിക്കുന്നു, എന്നാൽ ബുദ്ധിമാൻ അധ്വാനത്തിന് മുൻപേ തന്ത്രം മെനയുന്നു എന്ന് ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, മെട്രോ പിടിക്കുന്നു, ഓഫീസിൽ പോകുന്നു, 12 മണിക്കൂർ ജോലി ചെയ്യുന്നു. പക്ഷെ മാസാവസാനം ശമ്പളം തീരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ വെറുതെ അധ്വാനിക്കുകയാണ്. വ്യവസ്ഥിതിയെ സമ്പന്നമാക്കുന്നു, തങ്ങളെയല്ല. സമയത്തിന്റെ വിലയറിയാത്തവന് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. സമ്പന്നരുടെ ചിന്തയുടെ മറ്റൊരു പ്രധാന വശമാണ് ആത്മവിശ്വാസം. സമ്പന്നർ ഒരിക്കലും തങ്ങളെ ദുർബലരായി കാണുന്നില്ല. തങ്ങളിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർക്കറിയാം. ആ വിശ്വാസത്തോടെ അവർ മുന്നോട്ടു പോകുന്നു. ഏതെങ്കിലും കാര്യത്തിൽ പരാജയം വന്നാൽ അവർ അതിനെ തങ്ങളുടെ തോൽവിയായി കാണുന്നില്ല, മറിച്ച് പഠിക്കാനുള്ള ഒരവസരമായി കാണുന്നു. എന്നാൽ ദരിദ്രർ തങ്ങളുടെ പരാജയങ്ങളെ വിധിയായി കണ്ട് അതിനെ ഭയപ്പെടുന്നു. ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനിതിന് യോഗ്യനല്ല, എനിക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമില്ല എന്ന് അവർ ചിന്തിക്കുന്നു. സമ്പന്നർ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ എപ്പോഴും ആത്മവിശ്വാസം നിറഞ്ഞവരാണ്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും തോൽക്കാത്തത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം: ബുദ്ധി, തന്ത്രം, ക്ഷമ. അധ്വാനം അവസാനത്തെ ഘട്ടം മാത്രമാണ്. ആദ്യം നിങ്ങളുടെ ബുദ്ധികൊണ്ട് കളിക്കുക, പിന്നെ ലോകത്തെ മാറ്റുക. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ന് ആളുകൾ ജോലി അന്വേഷിക്കുകയാണ്, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നില്ല. പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. പണം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ അധ്വാനിച്ചു തീർത്താൽ അവസാനം കയ്യിൽ എന്തുണ്ടാകും? ഒരു ചെറിയ പെൻഷൻ, വാടക വീട്, കുറച്ച് വായ്പകൾ. ഇതാണോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കു വേണ്ടി കണ്ട സ്വപ്നം? നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് അടിമപ്പണി ചെയ്യാനല്ല, ഭരിക്കാനാണ്. പക്ഷെ ഭരിക്കാൻ രാജാവിനെപ്പോലെ ചിന്തിക്കണം. സിംഹം ഒരിക്കലും ആട്ടിൻകൂട്ടത്തിൽ ചേരില്ല എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ഒരു തന്ത്രമുണ്ടാക്കണം. എവിടെ പോകണം, എന്തു ചെയ്യണം, എത്ര സമ്പാദിക്കണം, എല്ലാറ്റിനും ഒരു രൂപരേഖ തയ്യാറാക്കണം. ഈ ജോലി ഇന്നിപ്പോൾ തന്നെ ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിൽ ജീവിതം നിങ്ങളെ തള്ളിക്കൊണ്ടിരിക്കും. കടന്നുപോകുന്ന ഓരോ ദിവസവും തിരികെ വരില്ല. നിങ്ങളിപ്പോൾ ചെറുപ്പമാണ്, ഈ ശക്തി എപ്പോഴുമുണ്ടാവില്ല. ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം നാളെ മറ്റൊരാളുടെ കൈവശമുണ്ടാകും. ഓർക്കുക, ഇന്നത്തെ ദിവസത്തിനായി തയ്യാറെടുക്കുന്നവനാണ് നാളത്തെ യജമാനനാകുന്നത്. എന്തുകൊണ്ടാണ് ദരിദ്രർ എപ്പോഴും ഒരേ അവസ്ഥയിൽ തുടരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം സമ്പന്നർ എപ്പോഴും മുന്നോട്ടു പോകുന്നു. ഇത് ഭാഗ്യത്തിന്റെ കളി മാത്രമാണോ? ചിലർ മാത്രം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തുന്നതുകൊണ്ടാണോ? തന്നിൽ തന്നെ വിശ്വാസമില്ലാത്തവന് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ ദരിദ്രർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ആദ്യം അറിയണം. ദരിദ്രർ എപ്പോഴും പറയും, ഇന്നല്ല നാളെ തുടങ്ങാം, എനിക്കിത് ചെയ്യേണ്ട, എനിക്ക് ആദ്യം മറ്റെന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ശരിയായ വഴി കാണിച്ചു കൊടുത്താലും പക്ഷേ എങ്കിൽ എന്നിങ്ങനെ ഒഴികഴിവുകൾ പറയുന്നവരാണിവർ. ഇവർ എപ്പോഴെങ്കിലും മുന്നേറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധനം ശരിയായി ഉപയോഗിക്കാത്തവൻ ഒരിക്കലും സമ്പന്നനാകില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പണം ശരിയായ ദിശയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അത് കത്തുന്ന വൈക്കോൽ പോലെ നശിച്ചുപോകും. എന്നാൽ അതേ പണം ശരിയായ ദിശയിൽ നിക്ഷേപിക്കുമ്പോൾ അത് തീ പോലെ പടരുകയും നിങ്ങൾക്ക് സമൃദ്ധിയുടെ വഴി തുറക്കുകയും ചെയ്യുന്നു. പണം സമ്പാദിച്ച ശേഷം അത് സുരക്ഷിതമാക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പണം സമ്പാദിക്കുമ്പോൾ അത് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കണം. സമ്പന്നർ ഒരിക്കലും തങ്ങളുടെ മുഴുവൻ സമ്പത്തും ഒരിടത്തു മാത്രം നിക്ഷേപിക്കില്ല. ഒരു നിക്ഷേപത്തിൽ നഷ്ടം വന്നാൽ മറ്റൊന്നിൽ നിന്ന് അത് നികത്താൻ അവർ പലയിടങ്ങളിലായി നിക്ഷേപിക്കുന്നു. പ്രോപ്പർട്ടി, ഓഹരികൾ, ബിസിനസ്
എന്നിവയിലെ ബുദ്ധിപൂർവമുള്ള നിക്ഷേപം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്റെ സമ്പത്ത് ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്ന വ്യക്തി വലിയ റിസ്ക് എടുക്കുകയാണെന്ന് ചാണക്യനും പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, ആധുനിക കാലത്ത് നിക്ഷേപത്തിന് പല വഴികളുണ്ട്. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ നിക്ഷേപം എന്നിങ്ങനെ. ഇവയിലൊന്നോ അല്ലെങ്കിൽ എല്ലാമോ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ഭാഗമാക്കണം. സമ്പന്നർ എപ്പോഴും സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നു. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ പണത്തെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. നിങ്ങളുടെ പണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങളുടെ നിക്ഷേപം എപ്പോൾ എവിടെ ശരിയാണെന്നും നിങ്ങൾ അറിയണം. നിങ്ങൾ എപ്പോഴെങ്കിലും സാമ്പത്തിക പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചെലവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ടോ? വെറുതെ സമ്പാദിച്ചാൽ മാത്രം പോരാ, സമ്പാദിച്ച പണം വർദ്ധിപ്പിക്കുകയും വേണം. ഇതിനായി നിങ്ങൾ സാമ്പത്തിക സാക്ഷരത നേടണം. പണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ, ഓൺലൈൻ കോഴ്സുകൾ, സെമിനാറുകൾ എന്നിവയുടെ സഹായം തേടണം. പണത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സമ്പത്ത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ലെന്ന് സമ്പന്നർക്കറിയാം. അതിന് സമയമെടുക്കും. വേഗത്തിൽ സമ്പന്നരാകാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും തെറ്റായ നിക്ഷേപങ്ങളിലും വഴികളിലും ചെന്നുപെടുന്നു. സമ്പന്നർ ക്ഷമയുള്ളവരാണ്. പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ച് സമയം നൽകിയാൽ അത് വളരുമെന്ന് അവർക്കറിയാം. മറ്റുള്ളവരെക്കുറിച്ച് രാപകൽ പരാതി പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും സ്വയം മാറാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ദരിദ്രർ എപ്പോഴും തങ്ങളുടെ സുരക്ഷയിലാണ് ജീവിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ, എന്റെ ജോലി പോയാലോ, എന്റെ സമ്പാദ്യം തീർന്നാലോ? അവരുടെ ചിന്താഗതി സുരക്ഷയെക്കുറിച്ച് മാത്രമാണ്, വളർച്ചയെക്കുറിച്ചല്ല. എന്നാൽ സമ്പന്നർ എന്താണ് ചെയ്യുന്നത്? അവർ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം, എങ്ങനെ വലുതാക്കാമെന്നാണ്. അവരുടെ ശ്രദ്ധ എപ്പോഴും വളർച്ചയിലും വികസനത്തിലുമാണ്, സുരക്ഷയിലല്ല. സ്വന്തം സുരക്ഷയ്ക്കായി മാത്രം ജീവിക്കുന്നവൻ ഒരിക്കലും മഹാനാകില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ചെയ്തേ മതിയാകൂ, ഇതിലും മികച്ചതായി ഒന്നും സംഭവിക്കില്ല, പോരാട്ടം എന്റെ വിധിയാണ്, ഞാനിതിനെ എന്റെ ജീവിതമായി കാണുന്നു. ദരിദ്രരുടെ മനസ്സിൽ ഉറച്ചുപോയ ചിന്താഗതിയാണിത്. എന്നാൽ സമ്പന്നർ എന്താണ് പറയുന്നത്? പോരാട്ടം ഒരു ഘട്ടം മാത്രമാണ്, വഴിയല്ല എന്ന് അവർ ചിന്തിക്കുന്നു. പോരാട്ടം അവസാനിപ്പിക്കുകയാണ് എന്റെ ജോലി. എന്തുവന്നാലും ഞാൻ മുന്നേറും. പോരാട്ടങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്, അതിനെ നേരിടുക. എന്നാൽ അതിനെ നിങ്ങളുടെ വിധിയാക്കരുത് എന്ന് ചാണക്യൻ പറയുമായിരുന്നു. എന്താണ് സമ്പന്നരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? സമ്പന്നർ എപ്പോഴും പുതിയ വഴികൾ തേടുന്നു. ഞാൻ ചെയ്തതുകൊണ്ട് എന്ത് ലഭിച്ചു? ഇനി ഞാൻ എന്തു ചെയ്യണം? എനിക്ക് പുതിയതായി എന്തു ചെയ്യാൻ കഴിയും? അവരുടെ ചിന്ത എപ്പോഴും മുന്നേറുന്നതിലും പഠിക്കുന്നതിലുമാണ്. അവർ നിരന്തരം പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു. ഓരോ ബുദ്ധിമുട്ടിലും ഒരവസരം കാണാൻ സമ്പന്നർക്ക് കഴിയും. അവരുടെ മനസ്സ് എപ്പോഴും തുറന്നതാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? ഓരോ സാഹചര്യത്തിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കറിയാം. ഇനിയൊന്നും നടക്കില്ല എന്ന് ദരിദ്രർ പറയുമ്പോൾ ഇതൊരു അവസരമാണെന്ന് സമ്പന്നർ പറയുന്നു. ഓരോ ബുദ്ധിമുട്ടിലും അവർക്ക് അവസരം കാണാൻ കഴിയുന്നു. സമ്പന്നർ എപ്പോഴും തങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവരുടെ മനസ്സും ചിന്തയും എപ്പോഴും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിലായിരിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും അവർ ലക്ഷ്യത്തെ മുന്നിൽ കാണുന്നു. ദരിദ്രർ ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ സമ്പന്നർ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ചെറുതായി ചിന്തിച്ചാൽ ഒരിക്കലും വലുതാകില്ല എന്ന് അവർ പറയുന്നു. തന്റെ ധനം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, സമ്പാദിക്കുന്നത് മാത്രമല്ല, പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും അതിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കുന്നതും പ്രധാനമാണ്. പണത്തെ സംരക്ഷിക്കാനും ശരിയായ ദിശയിൽ വളരാൻ അനുവദിക്കാനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പണം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകും. സമ്പന്നർ എപ്പോഴും റിസ്ക് എടുക്കുന്നു. എന്നാൽ അവർ ഒരിക്കലും നിയന്ത്രണമില്ലാത്ത റിസ്ക് എടുക്കില്ല. അപകടസാധ്യത കുറഞ്ഞതും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ലഭിക്കുന്നതുമായ മേഖലകളിൽ അവർ തങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നു. ക്ഷമയോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ വിജയി എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമയും സമയവുമാണ് നിങ്ങളുടെ നിക്ഷേപത്തെ ശക്തമാക്കുന്നത് എന്ന് ഓർക്കുക. പണം ഒരു തിരമാല പോലെയാണ്. സമയം നൽകിയാൽ അത് പതുക്കെ വളരും. സമ്പന്നർ ക്ഷമയോടെ തങ്ങളുടെ നിക്ഷേപങ്ങൾ വളരാൻ അനുവദിക്കുന്നു. നിങ്ങളും അതുതന്നെ ചെയ്യണം. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. സമ്പന്നർ തങ്ങളുടെ ബിസിനസ്സിൽ പണം മുടക്കുന്നു. സ്വന്തമായി ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള വഴി കൂടുതൽ ശക്തമാകുന്നു. പണമുണ്ടാക്കാനുള്ള ഏറ്റവും വലുതും ശക്തവുമായ മാർഗം സ്വന്തം ബിസിനസ്സാണ്. സ്വന്തം ചിന്തയിൽ മാറ്റം വരുത്തുന്നവന് മാത്രമേ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. സമ്പന്നനാകാനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. ക്രിയാത്മകമായ ചിന്തയും ബുദ്ധിപൂർവമുള്ള തീരുമാനങ്ങളുമാണ് സമ്പന്നനാകാനുള്ള താക്കോൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ബുദ്ധിമുട്ടിനെയും പഠിക്കാനുള്ള അവസരമായി കാണുക. നിഷേധാത്മക ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കുക. ഈ മാനസികാവസ്ഥ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്തുവന്നാലും നിങ്ങൾ വിജയം നേടും. സമ്പന്നർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കഴിവുകൾ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും അവർ എപ്പോഴും തയ്യാറാണ്.
ഒരു തവണ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകില്ല. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് വളരും. ചിന്തിക്കാതെ റിസ്ക് എടുക്കുന്നവൻ ഒരിക്കലും വിജയിക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. സമ്പന്നർ സ്മാർട്ട് റിസ്കുകളാണ് എടുക്കുന്നത്. ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിൽ കാലക്രമേണ വളരുന്ന നിക്ഷേപങ്ങൾ അവർ നടത്തുന്നു. എന്നാൽ ഒരിടത്ത് നഷ്ടം വന്നാൽ മറ്റ് നിക്ഷേപങ്ങൾ അവരെ സുരക്ഷിതമാക്കുന്ന രീതിയിൽ പലയിടങ്ങളിലായാണ് അവർ ഇത് ചെയ്യുന്നത്. റിസ്ക് ഒഴിവാക്കാൻ നിക്ഷേപം നടത്താതിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ശരിയായ രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യുകയാണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്മാർട്ട് റിസ്ക് എടുത്തില്ലെങ്കിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റിസ്കിനെ ഭയപ്പെടുന്നതിന് പകരം അതിനെ ശരിയായി മനസ്സിലാക്കി ബുദ്ധിപൂർവ്വമുള്ള തീരുമാനങ്ങൾ എടുക്കുക. സമ്പന്നർ തങ്ങളുടെ പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. ഇത് വലിയ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് മാത്രമല്ല, ഓഹരി വിപണി മാത്രമല്ല, പ്രോപ്പർട്ടി, സ്വർണം, ബോണ്ടുകൾ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും നിക്ഷേപിക്കണമെന്ന് അവർക്കറിയാം. ഇതിലൂടെ അവരുടെ ധനം സുരക്ഷിതമായിരിക്കും. തന്റെ സമ്പത്ത് ഒരിടത്തു മാത്രം നിക്ഷേപിക്കുന്നവൻ അവസാനം സുരക്ഷിതനല്ലാതാകുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. സമ്പന്നർ പണം സമ്പാദിക്കാൻ മാത്രമല്ല, ഭാവി സുരക്ഷിതമാക്കാനും നിക്ഷേപിക്കുന്നു. അതിനാൽ നിങ്ങളും പണം സമ്പാദിക്കുമ്പോൾ അത് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഭാവിയിൽ സുരക്ഷിതമായിരിക്കാനും കഴിയും. നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളുടെ സമൃദ്ധിയുടെ പ്രധാന ഭാഗമാണ്. സമ്പന്നർ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല. അവർ എപ്പോഴും തങ്ങളുടെ നെറ്റ്വർക്ക് ശക്തമാക്കുന്നു. കാരണം കൂടെയുള്ളവരാണ് വിജയത്തിന് സഹായിക്കുന്നത്. ഇത് സുഹൃത്തുക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്ന വഴികാട്ടികൾ കൂടിയാകാമിത്. മറ്റുള്ളവർക്കു വേണ്ടി ജോലി ചെയ്യുന്നവന് ഒരിക്കലും യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പണം ശരിയായ ദിശയിൽ വിനിയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം ബിസിനസിനെക്കുറിച്ചും ചിന്തിക്കുക. ഇന്ന് ഓൺലൈൻ ബിസിനസ്, ഫ്രീലാൻസിംഗ് തുടങ്ങിയ സൗകര്യങ്ങളിലൂടെ വലിയ തോതിൽ സമ്പാദിക്കാൻ കഴിയും. സമ്പാദ്യവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. സമ്പാദിച്ച ശേഷം പണം ശരിയായി കൈകാര്യം ചെയ്യണമെന്ന് സമ്പന്നർക്കറിയാം. അവർ ഒരിക്കലും തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ചെലവാക്കില്ല. അവർ എപ്പോഴും ഒരു ഭാഗം മാറ്റിവെക്കുകയും അത് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. സമ്പന്നതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് സമ്പാദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മാസവും ചെലവുകൾക്ക് ശേഷം ഒന്നും ബാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. തന്റെ സമ്പത്ത് ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്നവൻ റിസ്ക് എടുക്കുകയാണെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്ത് പല മേഖലകളിലായി വ്യാപിപ്പിക്കുന്നതാണ് സ്മാർട്ട് നിക്ഷേപം. പങ്കാളിത്തം, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ എന്നിവയിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പണം ഒരിടത്ത് കിടന്ന് നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ഈ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ വ്യക്തിജീവിതവും തൊഴിൽ ജീവിതവും തമ്മിലുള്ള അന്തരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ സമ്പത്തും വിജയവും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പരസ്യമാക്കരുത്. നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ വിജയത്തെക്കുറിച്ചോ ആരോടും പറയരുത്. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള വഴിയാണിത്. തന്റെ പദ്ധതികൾ തന്നിൽ തന്നെ ഒതുക്കി നിർത്തുന്നവനാണ് വിജയം നേടുന്നതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിജയം രഹസ്യമായി സൂക്ഷിച്ചാൽ ആരും നിങ്ങളുടെ ധനം മോഷ്ടിക്കാനോ ഉപദ്രവിക്കാനോ ചിന്തിക്കില്ല. വ്യക്തിജീവിതവും തൊഴിൽ ജീവിതവും തമ്മിൽ അതിർവരമ്പ് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വിജയവും സമ്പത്തും നിലനിർത്താൻ നിങ്ങൾക്ക് ചുറ്റും നല്ല ആളുകൾ വേണം. ശരിയായ ദിശ കാണിച്ചുതരാനും അത്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും കഴിയുന്നവരാണ് നല്ല ആളുകൾ. നിങ്ങളുടെ ചിന്താഗതി മനസ്സിലാക്കുന്നവരും സമാന ചിന്താഗതിയുള്ളവരുമായ ആളുകളുമായി നിങ്ങൾ ചുറ്റപ്പെടണം. അത്യാഗ്രഹികളായ ആളുകളുമായാണ് നിങ്ങൾ ഇടപഴകുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് ദോഷം മാത്രമേ വരുത്തൂ. നിങ്ങൾക്ക് ചുറ്റും നല്ല ആളുകളാണോ ഉള്ളത്? അവസാനമായി നിങ്ങളുടെ പദ്ധതികൾ ഇടയ്ക്കിടെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഒരേ പദ്ധതിയിൽ തന്നെ ഉറച്ചു നിന്നാൽ പണം വളരില്ല. നിങ്ങളുടെ നിക്ഷേപം, ചെലവ്, തീരുമാനങ്ങൾ എന്നിവ കൃത്യമായി പരിശോധിക്കണം. വിജയത്തിനായുള്ള പദ്ധതി എപ്പോഴും പരിശോധിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണമെന്ന് ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. ജാഗ്രതയോടെ ഇരിക്കുകയും തീരുമാനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുകയും വേണം. ഒറ്റയ്ക്ക് നടക്കുന്നവൻ വേഗത്തിൽ തളരുന്നു, എന്നാൽ മറ്റുള്ളവർക്കൊപ്പം നടക്കുന്നവൻ എപ്പോഴും വിജയം നേടുന്നുവെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഓഹരി വിപണി വിദഗ്ധർ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ, ബിസിനസ് പങ്കാളികൾ, സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുണ്ടാകാം. നിങ്ങളുടെ നെറ്റ്വർക്ക് ബുദ്ധിപൂർവ്വമുണ്ടാക്കിയാൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സമ്പന്നർ എപ്പോഴും ക്രിയാത്മകമായ ചിന്താഗതി വെച്ചുപുലർത്തുകയും ഒരു ജോലിയും ബുദ്ധിമുട്ടല്ലെന്ന് കരുതുകയും ചെയ്യുന്നു. ഓരോ പ്രശ്നത്തെയും അവർ അവസരമായി കാണുന്നു. അവർ തളരുന്നില്ല, മറിച്ച് ഓരോ പ്രശ്നത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കുന്നു. അറിവ് വർദ്ധിപ്പിക്കുന്നവന് ഏതു കാര്യത്തിലും വിജയം നേടാൻ കഴിയുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനും മെച്ചപ്പെടുത്താനും നിങ്ങൾ എപ്പോഴും സ്വയം പ്രേരിപ്പിക്കണം. അത് ജോലിയായാലും ബിസിനസ്സായാലും. തുടർച്ചയായ പഠനവും പുതിയ വിവരങ്ങളും നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ മെച്ചപ്പെടുത്തും. തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും
തീരുമാനങ്ങളിൽ എപ്പോഴും വിവേകം കാണിക്കുകയും ചെയ്യുന്നവരാണ് വിജയവും സമ്പത്തും കൈകാര്യം ചെയ്യുന്നതിൽ വിജയിക്കുന്നതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമ്പന്നനാകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സമ്പത്ത് നേടാൻ എളുപ്പമാണ്, എന്നാൽ അത് നിലനിർത്തുക എന്നത് ഒരു കലയാണ്. ഒരിക്കൽ സമ്പന്നനായിക്കഴിഞ്ഞാൽ പിന്നെ ജോലി കഴിഞ്ഞു എന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. ധനം സമ്പാദിക്കുന്നതിനേക്കാൾ അത് നിലനിർത്താനാണ് പ്രയാസമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ധനവും വിജയവും നിലനിർത്താൻ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചുവടുകൾ ശ്രദ്ധിക്കുകയും അലസത വെടിയുകയും വേണം. കടലിൽ കപ്പൽ സുരക്ഷിതമായിരിക്കാൻ നാവികൻ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുന്നതുപോലെയാണിത്. തിരമാലകളെ അവഗണിച്ചാൽ കപ്പൽ മുങ്ങാം. അതുപോലെ സമ്പത്ത് സംരക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണോ? ജാഗ്രതയോടെ ഇരിക്കാനും തീരുമാനങ്ങൾ നിരന്തരം നിരീക്ഷിക്കാനും പുതിയ വഴികൾ കണ്ടെത്തണമെന്ന് ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ പുതിയ വഴികൾ തേടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സമ്പന്നർ എപ്പോഴും പുതിയ മേഖലകളിൽ നിക്ഷേപിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? പഴയ ചിന്തകളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും പുറത്തുവന്ന് അവർ പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. പുതിയ ചിന്തകൾക്കും അവസരങ്ങൾക്കും വേണ്ടി സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ നിലവിലെ നിക്ഷേപതന്ത്രം വീണ്ടും പരിശോധിക്കുക എന്നതാകാം നിങ്ങളുടെ അടുത്ത പടി. ഇപ്പോഴും പഴയ തന്ത്രങ്ങളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ക്രിപ്റ്റോ കറൻസി, പുതിയ ബിസിനസ് മോഡലുകൾ, പുതിയ സാങ്കേതികവിദ്യ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുതിയതായി ചിന്തിക്കുന്നവനാണ് ലോകത്തെ മാറ്റുന്നതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ലോകം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ തീരുമാനം നിങ്ങൾക്ക് പ്രധാനമാണ്. പഴയ തന്ത്രങ്ങളിൽ തന്നെ നിങ്ങൾ ഉറച്ചുനിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണേണ്ടിവരും. ശ്രദ്ധിക്കുക, നിരന്തരം പഠിക്കുന്നവരാണ് വിജയകിരീടം അണിയുന്നത്. സമ്പന്നർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നിക്ഷേപതന്ത്രങ്ങൾ പരിഷ്കരിക്കുകയും അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പണം വളരണമെങ്കിൽ നിങ്ങൾ നിരന്തരം സാമ്പത്തിക കാര്യങ്ങളിൽ അറിവ് നേടണം. അടിസ്ഥാന അറിവ് മാത്രം പോരാ. സാമ്പത്തിക ശാസ്ത്രം, പുതിയ നിക്ഷേപതന്ത്രങ്ങൾ, സാമ്പത്തിക മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സംയമനം പാലിക്കുന്ന വ്യക്തി ഏത് സാഹചര്യത്തിലും സന്തോഷവാനായിരിക്കുകയും വിജയം നേടുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ധനത്തിന്റെ ശരിയായ ഉപയോഗവും സംയമനവുമാണ് അത് എപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ടാകാൻ കാരണം എന്ന ചിന്ത നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ എത്രത്തോളം സംയമനം പാലിക്കുന്നുവോ അത്രത്തോളം പണം നിങ്ങളുടെ കൈവശം നിലനിൽക്കും. ഈ സംയമനം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാണോ? തന്റെ സമ്പത്തും വിജയവും ശരിയായ രീതിയിൽ മറച്ചുവെക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. വിജയത്തിനു ശേഷം സമ്പത്തും പദ്ധതികളും എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു, ഇനി അത് എല്ലാവരുടെയും മുന്നിൽ കാണിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ വിജയം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരരുത്. കാരണം ആളുകൾ എപ്പോഴും നിങ്ങളുടെ സമ്പത്തിൽ ആകൃഷ്ടരാവുകയും അത് മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ചെലവുകളും നിക്ഷേപങ്ങളും നിരീക്ഷിക്കാൻ പുതിയ വഴികൾ പഠിക്കുക. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ കോഴ്സുകളും സാമ്പത്തിക സാക്ഷരതയും ശ്രദ്ധിക്കുന്നത് മുന്നേറാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ തയ്യാറാണോ? സാമ്പത്തിക വിദ്യാഭ്യാസം ഒരു ശീലമാക്കി സമ്പത്ത് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും. സമ്പന്നനായ ശേഷം ഇനി ചെലവാക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ചെലവാക്കുന്നതുകൊണ്ട് മാത്രം ധനം ഒരിക്കലും വളരില്ല. സമ്പന്നർ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ചെലവാക്കുകയും സമ്പത്തിന്റെ വലിയൊരു ഭാഗം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അവർ കടം വാങ്ങുന്നത് ഒഴിവാക്കുകയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിപൂർവമുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. തന്റെ സമ്പത്ത് പരസ്യമാക്കുന്നവൻ അത് വേഗത്തിൽ നഷ്ടപ്പെടുത്തുമെന്ന് ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു. ഇത് തികച്ചും ശരിയാണ്. പണം പരസ്യമാക്കിയാൽ ആളുകൾ നിങ്ങളെ കൊള്ളയടിക്കാൻ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം പെട്ടെന്നില്ലാതാകും. അതിനാൽ സമ്പത്ത് എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുകയും അത് ശരിയായി ഉപയോഗിക്കുകയും ചെയ്യുക. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ വിജയം രഹസ്യമായി വർദ്ധിപ്പിക്കാൻ. സമ്പന്നർ തങ്ങളുടെ ധനം ഒരിടത്ത് മാത്രം നിക്ഷേപിക്കില്ല, മറിച്ച് വിവിധ മേഖലകളിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ച് സമ്പത്ത് വൈവിധ്യവൽക്കരിക്കുന്നു. ഒരിടത്ത് മാത്രം പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടകരമാണ്. സമ്പത്ത് ശരിയായി ചെലവഴിക്കുന്നവനാണ് ദീർഘകാലം സമ്പന്നനായി തുടരുന്നതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പണം വരുമ്പോൾ അത് ചെലവാക്കാൻ മാത്രമല്ല, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കാനും ശ്രദ്ധിക്കുക. ഓരോ പൈസയും നിങ്ങളെ സമ്പന്നതയിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നു, അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ധനം സമ്പാദിക്കാനും നിലനിർത്താനും സംയമനം ആവശ്യമാണ്. സമ്പന്നർ ഒരിക്കലും അമിതമായി ചെലവാക്കില്ല. അവർ എപ്പോഴും ചിട്ടയോടെ ഇരിക്കുകയും ചെലവുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു.